കോഴിക്കോട് നിന്ന് കാണാതായ ശേഷം തമിഴ്നാട്ടിലെ വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയില്ലെന്ന അവകാശവാദവുമായി കേസിൽ പോലീസ് അന്വേഷിക്കുന്ന മുഖ്യപ്രതി നൌഷാദ്. സൗദിയിൽ നിന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് നൌഷാദിന്റെ ഈ വെളിപ്പെടുത്തൽ. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഗൾഫിൽ എത്തിയതെന്നും പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും നൌഷാദ് വീഡിയോയിൽ പറയുന്നു. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. നാളെ കൊലക്കേസിൽ 1-ാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടുമില്ല, മുങ്ങിയിട്ടുമില്ല. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിംഗ് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ട് എനിക്കും എന്റെ സുഹൃത്തിനും അതുപോലെ 10-30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. 30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹേമചന്ദ്രൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ഒരുമിച്ച് പോയി. പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം അയാളത്തെ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റക്കാ താമസിക്കുന്നത്. അയാൾക്ക് ഇറങ്ങി പോവായിരുന്നു. എല്ലാ സൗകര്യമുണ്ട്. അയാൾക്കൊരു ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സൗകര്യം നോക്കി നടന്നതാണ്. ഇതിന് ശേഷം എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ എന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടേണ്ട വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. കുഴിച്ചിട്ട് അത് ഈ കുഴിച്ചിട്ടെങ്കിലും ഇതില് ആത്മഹത്യ എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നില്ല എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഞാൻ കിടക്കാൻ തയ്യാറാണ്. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പോലീസ് തിരയുന്ന പ്രതിയായ നൌഷാദ് ഈ FB വീഡിയോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. തനിക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ 30ഓളം പേർക്ക് പണം കൊടുക്കാനുണ്ടെന്ന് ഹേമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഒരുമിച്ച് പോയതാണ്. എഗ്രിമെന്റ് തയ്യാറാക്കിയ ശേഷം ഹേമചന്ദ്രനെ വീട്ടിലേക്ക് അയച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലൊക്കേഷനും കാര്യങ്ങളുമെല്ലാം പോലീസിന്റെ കൈവശമുണ്ട്. എന്നാൽ ഹേമചന്ദ്രൻ തിരിച്ചെത്തി മൈസൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടി വീട്ടിൽ കിടക്കാൻ അനുവദിക്കുകയും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. രാവിലെ നോക്കുമ്പോൾ ഹേമചന്ദ്രനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹേമചന്ദ്രൻ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ തന്നെ വന്നതാണ്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഹേമചന്ദ്രൻ താമസിച്ചത്. ആവശ്യമെങ്കിൽ അയാൾക്ക് പോകാമായിരുന്നു. വീട്ടിലാക്കിയപ്പോഴും പോകാമായിരുന്നു. രാവിലെ മൃതദേഹം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുഹൃത്തുക്കളെ വിളിച്ചു. കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴിയില്ല എന്നവർ പറഞ്ഞു. അങ്ങനെയാണ് 3 പേരും ചേർന്ന് കുഴിച്ചിട്ടത്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ്, അല്ലാതെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് പറയുന്നതെല്ലാം തെറ്റാണ്. ചെയ്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, എന്നാൽ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ തയ്യാറല്ല എന്നും നൌഷാദ് പറയുന്നു. സ്വകാര്യ ചിട്ടി കമ്പനി നടത്തിവന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മായനാട്ട് നിന്ന് 2024 മാർച്ച് 20-നാണ് ബത്തേരി വിനോദ് ഭവനിൽ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ ഹേമചന്ദ്രനെ കാണാതായത്. തമിഴ്നാട് ചേരമ്പാടിയിൽ വനത്തിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ ഇക്കഴിഞ്ഞ ജൂൺ 28-നാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. നീരുറവയുള്ള സ്ഥലത്താണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് എന്നുള്ളതിനാൽ മൃതദേഹം കാര്യമായി അഴുകിയിട്ടില്ലായിരുന്നു. 4 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കോഴിക്കോട് മായനാട് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കെയാണ് 1 വർഷം മുൻപ് ഹേമചന്ദ്രനെ കാണാതാകുന്നത്. കേസിൽ മൊത്തം 7 പ്രതികളാണുള്ളത്. സംഭവത്തിൽ ബത്തേരി നെന്മേനി പാലാക്കുനി സ്വദേശി ജ്യോതിഷ് കുമാർ, വെള്ളപ്പന വള്ളുവാടി കിടങ്ങനാട് സ്വദേശി അപ്പു എന്നറിയപ്പെടുന്ന BS അജേഷ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. അതേസമയം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിനു മുൻപ് മർദ്ദനമേറ്റ അടയാളങ്ങളും മൃതദേഹത്തിലുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ബത്തേരിക്കടുത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ താമസിപ്പിച്ചതിനിടെ ഹേമചന്ദ്രനെ ക്രൂരമായി മർദ്ദനമേറ്റെന്നാണ് പോലീസ് നിഗമനം. ഹേമചന്ദ്രന്റെ 2 മൊബൈൽ ഫോണുകൾ ചൊവ്വാഴ്ച പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മൈസൂരു ലളിത സാന്ദ്രപുരിയിൽ റോഡിൽ നിന്ന് കാടുകൾക്കുള്ളിൽ പാറയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്ന ഈ ഫോണുകൾ പോലീസ് പിടിയിലായ പ്രതി അജേഷാണ് പോലീസിന് കൈമാറിയത്. 2 ഫോണുകളും സിം ഊരിമാറ്റിയ ശേഷമായിരുന്നു ഇവിടെ ഒളിപ്പിച്ചത്. ഹേമചന്ദ്രൻ 14 സിം ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയെങ്കിലും 2 സിമ്മുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. ACP A ഉമേഷിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. കള്ളപ്പണ ഇടപാടുകളും വാഹന മോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ
കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. ഹേമചന്ദ്രൻ നൌഷാദിന് 5 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടായിരുന്നു. പണം നൽകാത്തതിനാലും വിളിച്ചാൽ ഫോൺ എടുക്കാത്തതിനാലും ഹേമചന്ദ്രനെ കുടുക്കാൻ നൌഷാദ് വലയുണ്ടാക്കി. വീട്ടിലേക്ക് ജോലിക്ക് ആളെ വേണമെന്ന് പത്രത്തിൽ പരസ്യം നൽകി. പരസ്യം കണ്ട് കണ്ണൂരിലെ ഒരു യുവതി വിളിച്ചു. ഹേമചന്ദ്രനെ കുടുക്കാൻ കൂടെ നിൽക്കണമെന്ന് നൌഷാദ് ഈ യുവതിയോട് പറഞ്ഞു. ഇതനുസരിച്ച് ഹേമചന്ദ്രനുമായി സൗഹൃദമുണ്ടാക്കിയ യുവതി കാണാൻ വരാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് കാണാനായി പുറപ്പെട്ട ഹേമചന്ദ്രനെ നൌഷാദും സുഹൃത്തുക്കളും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് DCPയും വ്യക്തമാക്കി. മുൻപും ഹേമചന്ദ്രൻ ഇത്തരത്തിൽ മാറി നിന്നിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഫോൺ ലൊക്കേഷൻ ഗുണ്ടൽപേട്ടിലും മൈസൂരിലും കാണുന്ന രീതിയിലായിരുന്നുവെന്നും പ്രതികൾക്ക് കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. മകൾ ഹേമചന്ദ്രനെ വിളിച്ചപ്പോഴാണ് വഴിത്തിരിവായത്. കേട്ട ശബ്ദം വേറെ ആരുടെയായിരുന്നു. മുഖ്യപ്രതി നൌഷാദ് ഹേമചന്ദ്രനെ ട്രാപ്പ് ചെയ്താണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയത്. ഹേമചന്ദ്രൻ നൌഷാദിന് പണം കൊടുക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിയെടുക്കാനുള്ള വഴിയായിരുന്നു ഈ ട്രാപ്പെന്നും DCP മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹേമചന്ദ്രൻ പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നുവെന്നും ഹേമചന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. 2024 മാർച്ചിൽ തന്നെയാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ വലിയ ആസൂത്രണം നടത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊലപാതകത്തിനു ശേഷം ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഗുണ്ടൽപേട്ടിൽ എത്തിച്ച് സ്വിച്ച് ഓൺ ആക്കി. ഹേമചന്ദ്രൻ കർണാടകയിലുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികളുടെ പദ്ധതി. ഈ ഫോണിലേക്ക് ഒരിക്കൽ കോൾ കണക്ട് ആയപ്പോൾ ഹേമചന്ദ്രന്റെ മകൾക്കുണ്ടായ സംശയമാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഹേമചന്ദ്രന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതും. നൌഷാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ണൂരിലെ ഒരു പെൺസുഹൃത്താണ് ഹേമചന്ദ്രനോട് വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ പറഞ്ഞത്. എന്നാൽ കൊലപാതകത്തെക്കുറിച്ച് ഈ സ്ത്രീക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നും അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് പോലീസിന്റെ നിഗമനം. ഗുണ്ടൽപേട്ടിലെ ഒരു സ്ത്രീക്കും ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. അതേസമയം ഹേമചന്ദ്രന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടൽപേട്ടിലെ സ്ത്രീക്ക് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലുമായി സഹോദരൻ ഷിബിത്തും രംഗത്തെത്തിയിരുന്നു. സൗമ്യ എന്ന സ്ത്രീക്കെതിരെയായിരുന്നു ആരോപണം. സൗമ്യയുമായി ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സൗമ്യക്കെതിരെ ഗുണ്ടൽപേട്ട് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നു. ഹേമചന്ദ്രന്റെ മകളുടെ പേരിലുള്ള സ്കൂട്ടർ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹേമചന്ദ്രനെ കാണാതായ ശേഷമാണ് കുടുംബം പരാതി നൽകിയത്. പ്രതിയായ നൌഷാദുമായും സൗമ്യയ്ക്ക് ബന്ധമുണ്ട്. സൗമ്യയിലേക്ക് അന്വേഷണം വേണമെന്നും ഹേമചന്ദ്രന്റെ സഹോദരൻ ഷിബിത്ത് ആവശ്യപ്പെട്ടിരുന്നു. നൌഷാദിന്റെ അയൽപക്കത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. ശരീരത്തിലേറ്റ ഗുരുതര പരിക്കുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. നൌഷാദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൂടുതൽ പേരെ പോലീസ് അടുത്ത ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുക്കും. ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ DNA പരിശോധന ഫലവും ഉടൻ പുറത്തുവരും. DNA പരിശോധനയ്ക്കായി സാമ്പിളുകളുടെ ഫലം വന്ന ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക.